നമസ്കാരം. ആർട്ടിക്കിൾ 19ലേക്ക് സ്വാഗതം. ഇന്ന് ആർട്ടിക്കിൾ 19ൽ അതിഥിയായി എത്തുന്നത് KPCC വക്താവ് ശ്രീ അനിൽ ബോസാണ്. സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കാൻ പോലും ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വളരെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. എന്തായി UDFന്റെ കോൺഗ്രസിന്റെ ഒക്കെ ഒരുക്കങ്ങൾ? വളരെ സജീവമായിട്ട് UDFും കോൺഗ്രസും മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് ഇപ്പം കോൺഗ്രസ് നേതൃത്വത്തിൽ സമരാഗ്നി എന്ന വലിയ പ്രചാരണ പരിപാടി നടക്കുകയാണ്. ഏതാണ്ട് ഇന്നിപ്പോൾ ഇടുക്കിയിലാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. വളരെ നല്ല പിൻബലമാണ് ജനങ്ങളിൽ നിന്ന് ഇന്നത്തെ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സാധാരണ ജനങ്ങൾക്കുണ്ട്. അത് കോൺഗ്രസിനും UDFിനും അനുകൂലമാകുന്ന പശ്ചാത്തലമാണ് നമ്മുടെ ഈ പോരാട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചകൾ പലതരത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു. മാധ്യമങ്ങളൊക്കെ തന്നെയും പ്രഡിക്ഷൻസ് ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെക്കുറിച്ച് ധാരണയായോ കോൺഗ്രസ്? അല്ല, നിലവിൽ പൊതുവായി ഉയർന്നു വന്ന ഒരഭിപ്രായം, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തൃശ്ശൂരിൽ ചേർന്നിരുന്നു. അപ്പോൾ ആ സന്ദർഭത്തിൽ തന്നെ പൊതുവായി ഉയർന്നു വന്നത് സിറ്റിംഗ് കാൻഡിഡേറ്റ്സ് എല്ലാം മത്സരിക്കുക എന്ന അഭിപ്രായമാണ്. വ്യത്യസ്തമായ പേരുകൾ നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങൾക്ക് ആരുടെ പേര് വേണമെങ്കിലും ഏത് സീറ്റിലേക്കും നിർദ്ദേശിക്കാം എന്ന് കൃത്യമായി കോൺഗ്രസ് ദേശീയ നേതൃത്വം, പ്രത്യേകിച്ച് ഒരു കമ്മിറ്റിയുണ്ട്, ക്ലസ്റ്റർ കമ്മിറ്റി, അവർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് ആരുടെ പേര് വേണമെങ്കിലും നിർദ്ദേശിക്കാം. അങ്ങനെ നിർദ്ദേശിച്ചതിന് ശേഷം ചർച്ചയിലേക്ക് കടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പൊതുവെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ധാരണ പലയിടങ്ങളിലും സിറ്റിംഗ് സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുക എന്ന പൊതുവികാരമാണ്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സ്ഥാനാർത്ഥികൾ തന്നെ പലയിടത്തും തുടങ്ങിയിട്ടുണ്ട്. അതായത് 18 മണ്ഡലങ്ങളിൽ സിറ്റിംഗ് സ്ഥാനാർത്ഥികൾ തന്നെ ഉണ്ടാവും. സിറ്റിംഗ് MP മാർ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇപ്പോൾ പോകുന്ന ചർച്ചകളുടെ ദിശ നമുക്ക് ബോധ്യപ്പെടുത്തുന്നു. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന 2 ജില്ലകൾ, ഒന്ന് കണ്ണൂരും മറ്റൊന്ന് ആലപ്പുഴയുമാണ്. കണ്ണൂരിൽ K. സുധാകരൻ മത്സരിക്കാനുള്ള സാധ്യതകൾ ഇല്ല എന്ന് ഇതിനോടകം തന്നെ അദ്ദേഹം പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നു. അപ്പം മറ്റൊരു കാൻഡിഡേറ്റിനെ കണ്ണൂരിൽ പരിഗണിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ആലപ്പുഴയിലെയും സാഹചര്യം. ആലപ്പുഴയിൽ നിന്ന് വരുന്ന താങ്കളുടെ പേര് ആലപ്പുഴയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? അല്ല, അങ്ങനല്ല. നിലവിൽ ആലപ്പുഴയിലെ ഒരു പൊതു അവസ്ഥ, ഏതൊരു പാർട്ടി പ്രവർത്തകനോട് വിളിച്ച് ചോദിച്ചാലും ശ്രീ KC വേണുഗോപാൽ അവിടെ മത്സരിക്കണം എന്ന് മാത്രമേ പറയൂ. അതിനകത്ത് കോൺഗ്രസ് പാർട്ടിയിൽ ചേരികളുണ്ട്, ഉപചേരികളുണ്ട്. പക്ഷെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ പേരെ പറയൂ. ഇന്നത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ KC വേണുഗോപാൽ എന്ന് പറയുന്ന ആളുടെ ഒരു ഔന്നത്യം, ഉത്തരവാദിത്വം, നേതാവെന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ പാർട്ടി പ്രവർത്തകർ വളരെ സ്വീകാര്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചു പിടിക്കാൻ മുൻപ് അവിടെ MP ആയിരുന്ന 2 തവണ MPയും MLA എന്നുള്ള നിലയിലും കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലുമൊക്കെ ജനങ്ങളുമായി വളരെ നല്ല സൗഹൃദമുള്ള ആളാണ്. രാഷ്ട്രീയത്തിനതീതമായി സൗഹൃദമുള്ള ആളാണ് KC വേണുഗോപാൽ. സ്വാഭാവികമായിട്ടും അദ്ദേഹം വരണം എന്ന പൊതുവികാരമാണ് എനിക്കുൾപ്പെടെ ഉള്ള എല്ലാവർക്കും ഉള്ളത്. പക്ഷേ അതോടൊപ്പം തന്നെ പാർട്ടിക്കകത്ത് സ്വാഭാവികമായും ഇന്നത്തെ ഉത്തരവാദിത്തങ്ങളുടെ തിരക്കിനാൽ അദ്ദേഹം വരില്ലെന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ വരാതെ വരുമ്പോൾ സ്വാഭാവികമായും പുതിയ ആളുകൾ സീറ്റ്, അവരുടെ പേരുകൾ പരിഗണിക്കേണ്ടതായിട്ട് വരും. പലരും നേതൃത്വത്തോട് അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യും. ആ നിലയിലുള്ള ചർച്ചകൾ പലയിടത്തും നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തീർച്ചയായിട്ടും ഞാനും എൻ്റേതായ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനൊരു സാഹചര്യം വന്നാൽ മാത്രം. ഇന്ത്യയിലെ കോൺഗ്രസിൽ രണ്ടാമനായി നിൽക്കുന്ന KC വേണുഗോപാൽ പക്ഷേ ആലപ്പുഴ മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുന്നൊരു സാഹചര്യം തുലോം കുറവല്ലേ? അല്ല, ഇന്ന് എനിക്ക് ഏകപക്ഷീയമായിട്ട് എങ്ങനെ പറയാൻ കഴിയുന്നത്? പാർട്ടി വർക്കിംഗ് കമ്മിറ്റി തന്നെ തീരുമാനിച്ചിരിക്കുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സീറ്റുകളിൽ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ തന്നെ മത്സരത്തിൽ ഇറങ്ങണമെന്നാണ്. എന്ന് പറഞ്ഞാൽ BJPയുമായിട്ടുള്ള ഒരു നേർക്കുനേർ പോരാട്ടത്തിൽ BJPയിൽ 38 കക്ഷികളുണ്ട്. 1-2 പാർട്ടികൾ വിട്ടുപോന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് 26 പാർട്ടികളുടെ ഒരു സഖ്യമുണ്ട്. അതിൽ 1-2 പാർട്ടികൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പം എന്നാലും ചർച്ചകൾ വളരെ പോസിറ്റീവായിട്ട് നടക്കുകയാണ്. അത്തരമൊരു സന്ദർഭത്തിൽ പാർട്ടി തീരുമാനം എല്ലാ നേതാക്കളും ജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ മത്സരത്തിന് ഇറങ്ങണമെന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൊതുവായ അഭിപ്രായവും അദ്ദേഹത്തിൻ്റെ ആലപ്പുഴയിലെ സ്വീകാര്യതയും വെച്ച് അദ്ദേഹം ഇറങ്ങണമെന്ന് പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നതും ഒരുപക്ഷെ അദ്ദേഹം അതിന് തയ്യാറാകുന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി കൊണ്ടെങ്ങാനും
അത്രയധികം ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് പകരം ഒരു പേര്. ഞാനൊക്കെ മീറ്റിങ്ങുകളിൽ പറയുന്നത് ആലപ്പുഴയിൽ KC വേണുഗോപാലിന് പകരക്കാരനില്ല, കേരളത്തിൽ പകരക്കാരനില്ല എന്നാണ് ഇന്നത്തെ കോൺഗ്രസ് രാഷ്ട്രീയം വെച്ച് പറയുന്നത്. കാരണം അത്രയധികം അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നത്. പിന്നെ മത്സരിക്കാത്തൊരു സാഹചര്യം വന്നാൽ ആരെന്ന ചോദ്യം ഉണ്ടാവില്ലേ? ഇപ്പോൾ തന്നെ സിറ്റിംഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുവെന്ന് പറയുന്ന ഇടങ്ങളിൽ ഒരു ഓപ്പൺ ചർച്ചയ്ക്ക് തയ്യാറായാൽ 5-6 സ്ഥാനാർത്ഥികളാകാൻ യോഗ്യരായവരുണ്ട്, അല്ലെങ്കിൽ 5-10 സ്ഥാനാർത്ഥികളുണ്ട്. അവർക്കൊരു ഡിസ്കഷൻ ഓപ്പൺ ചെയ്താലല്ലേ ഉള്ളൂ ആ പേരുകാർക്ക് ആവശ്യം മുന്നോട്ട് വയ്ക്കാനോ അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് അത് ചർച്ച ചെയ്യാനോ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ സിറ്റിംഗ് സ്ഥാനാർത്ഥി, ഇപ്പോൾ എക്സാമ്പിൾ എറണാകുളത്ത് ഹൈബി ഈഡൻ മത്സരിക്കുന്നു എന്ന് പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തകരും നേതാക്കളും അതിനോട് താതാത്മ്യം പ്രാപിച്ച് പ്രചരണം തുടങ്ങുകയാണ്. അങ്ങനെ ഓരോ മണ്ഡലത്തിലും. അപ്പോൾ ആ തുടങ്ങുന്ന സാഹചര്യത്തിൽ വേറൊരു പേരിന് ഡിസ്കഷന് സ്പേസ് കിട്ടുന്നില്ല. സ്പേസ് ഓപ്പൺ ആയാൽ ഉറപ്പായിട്ട് എല്ലാ മണ്ഡലങ്ങളിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വരും. ഇപ്പം അങ്ങനെ ഒരു സാഹചര്യമില്ല. ആലപ്പുഴയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേരുൾപ്പെടെ കേട്ടിരുന്നല്ലോ. തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ യൂത്ത് കോൺഗ്രസിന് പ്രാതിനിധ്യം കൊടുക്കണമെന്ന് അഭിപ്രായം ഉയർന്നു വന്നാൽ പരിഗണിക്കപ്പെടാവുന്ന പേരാണ്. പക്ഷേ ഇപ്പോൾ ഇതിനോടകം തന്നെ മറ്റ് ചില പേരുകൾ ആലപ്പുഴയിൽ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും അതായത് ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരാൾ അവിടെ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാവുക എന്ന നിലയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പലരും ഇതിനോടകം തന്നെ ഗ്രൗണ്ട് വർക്കൊക്കെ പലരും ആരംഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റവും വലിയ പ്രത്യയശാസ്ത്ര മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നവരാണ്. അവരാണെങ്കിലും കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ജയിക്കുന്ന അവരുടെ പാർട്ടിയുടെ വോട്ട് കൊണ്ടല്ല. അത് കോൺഗ്രസ്, UDF അല്ലെങ്കിൽ CPM, LDF ആരായാലും ജയിക്കുന്നത് പാർട്ടിയുടെ വോട്ട് കൊണ്ടല്ല. നിഷ്പക്ഷമതികളുടെ വോട്ടിനപ്പുറം ഒരു സാമൂഹിക സന്തുലനാവസ്ഥ ഇവിടെ ഉണ്ട്. അത് എന്നൊക്കെ ആര് കൃത്യമായി ഏകോപിപ്പിച്ചിട്ടുണ്ടോ അവരാണ് വിജയക്കൊടി പാറിക്കുന്നത്. അത് വലിയൊരു കാലഘട്ടത്തിൽ കോൺഗ്രസ് ലീഡർ CK കരുണാകരൻ കൃത്യമായി UDF രാഷ്ട്രീയം, സാമുദായിക മത സന്തുലനാവസ്ഥ പാലിച്ചിരുന്നു. പിന്നീട് വന്നപ്പോൾ എവിടെയൊക്കെയോ അത് കൈമോശം വന്നുപോയി എന്ന് വിലയിരുത്തുന്നവരിൽ പെട്ട ഒരാളാണ് ഞാൻ. ഇപ്പം CPMൻ്റെ വിജയം എന്താ? CPM എന്തിനാ മുസ്ലിം ലീഗിനെ പിളർത്താൻ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ കേരള കോൺഗ്രസിനെ പോലും അവരേറ്റവും കൂടുതൽ വേട്ടയാടിയ മാണി സാറിനെ നീതീകരിക്കാൻ കഴിയാത്ത വേട്ടയാടലാണ് നടത്തിയത്. എന്തിനാ ആ പാർട്ടിയെ അവർ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നത്? അപ്പോൾ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയം കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ജയിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ്. അപ്പം അതുകൊണ്ട് സാമുദായിക മത ചിന്തകളൊക്കെ ചർച്ചകളിലുണ്ടാവും, സ്ഥാനാർത്ഥി പരിഗണനയിലുണ്ടാവും. ജോസ് കെ മാണി പുകച്ച് പുറത്ത് അടിച്ചതല്ലേ? അല്ല, അത് ഓരോ സാഹചര്യങ്ങളല്ലേ. മുന്നണി രാഷ്ട്രീയത്തിലാണെങ്കിലും പാർട്ടി രാഷ്ട്രീയത്തിലാണെങ്കിലും സാഹചര്യങ്ങളാണ്, ആ സന്ദർഭങ്ങളാണ് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത്. മുന്നണി വിട്ട് ഇതേ പാർട്ടികൾ, അതായത് ഇപ്പം ശ്രേംസ് കുമാറിൻ്റെ പാർട്ടി MP വീരേന്ദ്രകുമാർ അടക്കം LDF ഞങ്ങളോട് വന്നില്ലേ? ഇപ്പം ഞങ്ങളുടെ കൂടെയുള്ള PJ ജോസഫ് LDFിലായിരുന്നില്ലേ? അങ്ങനെ മുന്നണി മാറ്റം, പാർട്ടി മാറ്റമൊക്കെ പല സന്ദർഭങ്ങളിലും ആ സമയത്തെ രാഷ്ട്രീയ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലുണ്ടാകുന്നതാണ്. ഇവിടെ ഞാൻ പറയാൻ വന്ന ഒരു പോയിൻ്റ്, നിലവിൽ UDF ഒറ്റക്കെട്ടായിട്ടാണ് പോകുന്നത്. വളരെ നല്ല രീതിയിലാണ്, കൂട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സാമുദായിക സമവാക്യങ്ങൾ അല്ലെ സാമൂഹിക സമവാക്യങ്ങളുടെ ഏകോപനം CPM വിജയിച്ചിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ തുറന്നു പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് എവിടെയൊക്കെയാണ് ഭേദഗതി വരുത്തേണ്ടത് എന്ന് ലീഡർഷിപ്പ് ചർച്ച ചെയ്ത് അത്തരം കാര്യങ്ങൾ പരിഗണിക്കണം. ഇപ്പം നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം, ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രാതിനിധ്യം സ്വാഭാവികമാണ്. 16 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ ഒരു സീറ്റിലാണ് കഴിഞ്ഞ തവണ, അത് സാധാരണ ആലപ്പുഴയിലല്ല മത്സരിക്കുന്നത്, വയനാട്ടിലാണ്. രാഹുൽ ഗാന്ധിയുടെ ആകസ്മികമായിട്ടാണ്, അപ്രതീക്ഷിതമായിട്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുന്നത്. MI ഷാനവാസ് MP ആയിരുന്ന മണ്ഡലമാണ്. സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിം അക്കോമഡേഷൻ വയനാട്ടിൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. അപ്പം രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി പെട്ടെന്ന് എവിടെയെങ്കിലും ഇത് അക്കോമഡേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ആലപ്പുഴ പോലൊരു മണ്ഡലത്തിൽ അതിന് ഇടയാക്കിയത്. ഇപ്പം കണ്ണൂരും പിന്നെ അതുപോലെ തന്നെ ആലപ്പുഴയും ഓപ്പൺ ആകുമ്പോൾ സ്വാഭാവികമായി ഒരിടത്തത് പരിഗണിച്ചേ പറ്റൂ, പരിഗണിക്കും. അതായത് 18 സിറ്റിംഗ് MPമാർ എന്ന് പറയുമ്പോൾ അതിൽ രാഹുൽ ഗാന്ധിയും ഉൾപ്പെടും. രാഹുൽ ഗാന്ധി ഇപ്പോൾ വീണ്ടും വയനാട്ടിൽ തന്നെ മത്സരിക്കും. ആ സാഹചര്യത്തെ നമുക്ക് പ്രഖ്യാപിക്കാൻ ഞാൻ ആളല്ലല്ലോ, സ്ഥാനാർത്ഥി ഇന്നയാളാണ് ഇന്നയാൾ. പക്ഷേ സിറ്റിംഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കും എന്ന് പറയുമ്പോഴും രാഹുൽ ഗാന്ധി ആ മണ്ഡലത്തെ നഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ പരിശോധിച്ചാലും ഏറ്റവും അവസാനത്തെ വന്യജീവി ആക്രമണം അടക്കം അല്ലെങ്കിൽ ആനയുടെ ആക്രമണം അടക്കമുള്ള സംഭവങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ അലർട്ടായിട്ടുള്ള ഇടപെടൽ
ആ കുടുംബങ്ങളെ സഹായിക്കുന്ന, അവരെ ചേർത്ത് പിടിക്കുന്ന മണ്ഡലം വളരെ കൃത്യമായി പുള്ളി മോണിറ്റർ ചെയ്യുന്നുണ്ട്. അങ്ങനെ മോണിറ്റർ ചെയ്യുമ്പോൾ അദ്ദേഹം മറ്റൊരിടത്ത് മത്സരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ മത്സരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാണാനില്ല എന്നാണ് വയനാട്ടിലെ ജനങ്ങളുടെ ആക്ഷേപം. രാഹുൽ ഗാന്ധിയെ പോലൊരു ദേശീയ നേതാവിനെ കുറിച്ച് ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. CPM പറയുന്ന പോലല്ല. അദ്ദേഹം MP കാണാൻ പൊതുനിരത്തിലല്ലേ, ജനങ്ങളുടെ ഇടയിലല്ലേ. കഴിഞ്ഞ വയനാട്ടിലെ നിരത്തുകളിലൊന്നും കഴിഞ്ഞ 5 വർഷം MP കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. അവിടെ ഏതിലാണ് ഇല്ലാത്ത, ഏത് കാര്യത്തിലാണ് ഇല്ലാത്ത? ഭൂകമ്പം ഉണ്ടായപ്പം രാഹുൽ ഗാന്ധി ചെയ്തതുപോലെ സേവന പ്രവർത്തനം ചെയ്ത ആരാ ഉള്ളത്? അവിടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, ഇത്രയും കൃത്യമായി വികസന പ്രവർത്തനങ്ങൾ ഫണ്ട് വിനിയോഗം, അത് ഒരു MP എന്നുള്ള നിലയിലുള്ള ഫണ്ട് മാത്രമല്ല. ഇപ്പം തന്നെ ആ മരണപ്പെട്ട കുടുംബത്തിന് അദ്ദേഹം വന്നിട്ട് എന്ത് കാര്യമെന്ന് ചോദിച്ചു. നിൽക്കുന്ന നിൽപ്പിൽ കേരള ഗവൺമെൻറ് പോകാത്തടുത്ത് കർണാടക ഗവൺമെൻറ് 15 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടില്ലേ. അപ്പം അങ്ങനെ ഇടപെടാൻ കഴിയുന്ന ഒരാളല്ലേ. നമ്മളിപ്പം സോണിയാഗാന്ധിയെ അല്ലെങ്കിൽ ഒരു ദേശീയ നേതാവ്, ഇപ്പം മുഖ്യമന്ത്രി എത്ര നാൾ പോകുന്നുണ്ട് ധർമ്മട മണ്ഡലത്തിൽ? കേരളത്തിൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നാണല്ലോ. ഇപ്പം മലമ്പുഴ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? മണ്ഡലത്തിൽ പിണറായി വിജയൻ പോകുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒരു വർഷത്തിൽ നമുക്ക് വളരെ സെലക്റ്റീവായിട്ടാണ് ഇവർ പോകുന്നത്. അദ്ദേഹം കേരളത്തിൽ നിന്ന് ജയിച്ചെത്തിയ ഒരു MP ആണ്. അതായത് അദ്ദേഹം പാർലമെന്റിൽ ഇരിക്കുന്നത് ഈ വയനാട് ജില്ലയെ പ്രതിനിധീകരിച്ചാണ്. സ്വാഭാവികമായും ആ ഭാഗത്തെ ജനങ്ങളെ കുറച്ചുകൂടി കൺസിഡർ ചെയ്യേണ്ട ബാധ്യത, അല്ലെങ്കിൽ ആ ജനങ്ങൾക്ക് കുറച്ചുകൂടി റീച്ചബിൾ ആകാനുള്ള ഒരു ബാധ്യത ഈ പറയുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന MP-ക്കില്ലേ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ ദേശീയ നേതാവൊക്കെ ആയിക്കോട്ടെ, പക്ഷെ അദ്ദേഹത്തെ ജയിപ്പിച്ച ലോക്സഭയിലെ പാർലമെന്റിൽ ഇരുത്തുന്നത് ഈ പറയുന്ന നാട്ടിലെ ജനങ്ങളാണ്. അതുകൊണ്ടാണല്ലോ അവർക്കാർക്കും ഏത് സമയത്തും എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സംസ്ഥാന നേതാവിനോ ദേശീയ നേതാവിനോ അവൈലബിൾ അല്ലായിരിക്കും ഒരുപക്ഷെ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് ഞാൻ വേണം നിങ്ങളുടെ വാദം അംഗീകരിക്കാം. ഒരുപക്ഷെ വിളിച്ചാൽ കിട്ടണമെന്നില്ല, അല്ലെ സമയം നമുക്ക് കാണാൻ ചിലപ്പോൾ സമയം കിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വേണം, ഞാൻ യോജിക്കും. പക്ഷേ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിയുമായി ബന്ധപ്പെട്ട് ഒരു വോട്ടർക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഒരു വ്യക്തിക്ക് ഒരാവശ്യത്തിന് രാഹുൽ ഗാന്ധി അവൈലബിൾ അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ യോജിക്കത്തില്ല. കാരണം അതിനുള്ള എല്ലാ സംവിധാനവും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് വളരെ ആക്റ്റീവാണ്. അതുകൂടാതെ ഡേ ടു ഡേ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയുള്ള ഏതാവശ്യം വന്നാലും നോക്കാൻ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കൃത്യമായി വിനിയോഗിച്ചിട്ടുണ്ട്. ആ ശ്രദ്ധയിൽപ്പെടുന്ന വിഷയങ്ങളിൽ അത് വരേണ്ടതാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഭാരത് ജോഡോ ന്യായ് യാത്ര ഈ നടക്കുന്ന സന്ദർഭമാണ്. ഞാൻ ആ യാത്രയിൽ മണിപ്പൂർ, അതുപോലെ നാഗാലാൻഡ്, ആസാം ഇവിടെ എല്ലാം ഉണ്ടായിരുന്ന ആളാണ്. ആ യാത്ര നിർത്തിവെച്ച് വേറൊരു പരിപാടിക്ക് അദ്ദേഹം പോയിട്ടില്ല. വയനാട്ടിലെ പ്രശ്നത്തിൽ മാത്രമാണ് പോയത്. പാർലമെൻറ്റിനകത്ത് പോരാട്ടം നടക്കുമ്പോഴും അദ്ദേഹം വഴിയിൽ ജനങ്ങൾക്കിടയിലാണ്. അതിന് പോലും നിൽക്കാതെ സീരിയസ്നെസ് കൊടുത്ത് ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ നിൽക്കുന്ന ഒരാൾ വയനാട്ടിലൊരു ചെറിയ അതല്ല ദുഃഖകരമായൊരു സംഭവം ഉണ്ടാകുന്നു എന്നറിയുമ്പം ആ പ്രോഗ്രാമെ മാറ്റിവെച്ച് വരികയാണ്. അപ്പം അത് അദ്ദേഹം വയനാടിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അത് രാഷ്ട്രീയ തീർച്ചയായിട്ടും അത് ഔദാര്യമല്ലല്ലോ, ഔദാര്യമാണെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. പക്ഷെ അദ്ദേഹം വളരെ കൃത്യമായ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നയാളാണ്, പ്രതിബദ്ധതയുള്ള ആളാണ്. ശരി, ഈ ആലപ്പുഴ മണ്ഡലത്തിലേക്ക് വന്നാൽ ആലപ്പുഴയിൽ ഈ പറയുന്നത് പോലെ സമുദായ സമവാക്യങ്ങൾക്ക് അനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ തീരുമാനിച്ചാൽ അവിടെ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനായിരിക്കില്ലേ കൂടുതലായി പ്രാതിനിധ്യം ലഭിക്കുക എന്ന് എങ്ങനെയാണ് പറയുന്നത്? എന്നെങ്ങനെയാണ് പറയാൻ കഴിയുക? എന്ന് പറയാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പം നാളെ KC വേണുഗോപാൽ അവിടെ മത്സരിക്കുകയാണ്, എന്ത് ചെയ്യും? KC വേണുഗോപാൽ മത്സരിക്കുന്നില്ല എന്നൊരു സാഹചര്യം ഉണ്ടായാൽ? അല്ല, ഞാനതാ പറഞ്ഞത്. KC വേണുഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിലവിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കാൻഡിഡേറ്റാണ് ലാസ്റ്റ് ഇലക്ഷൻ അവിടെ മത്സരിച്ചത്. സോ അവരെ വേറൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്യണ്ടേ? വേറെ സ്ഥലത്ത് പ്ലേസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇപ്പം 2 സീറ്റ് കിടക്കില്ലേ. ഇപ്പം ആലപ്പുഴയിൽ അദ്ദേഹമല്ല, പകരം മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ആൾ വരുന്നതെന്ന് വിചാരിച്ചു. മറ്റൊരു സ്ഥലത്ത് അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരത്തില്ലേ? അപ്പം അത് കമ്മ്യൂണിറ്റി മാത്രമല്ല, പ്രവർത്തനം ഒരു വലിയ വിഷയമാണല്ലോ. ഒരാളുടെ പ്രവർത്തന പരിചയം, വർഷങ്ങളുടെ എക്സ്പീരിയൻസ്, അതൊക്കെ ഒരു പ്രശ്നമാണ്. നിലവിൽ പിന്നെ കണ്ണൂരും ആലപ്പുഴയും മാത്രം വെച്ച് ചർച്ച ചെയ്താൽ KC വേണുഗോപാൽ വരുമ്പോൾ ഒരുപക്ഷെ ഈ 2 മണ്ഡലം വെച്ച് മാത്രം ചർച്ച ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം വരാത്തൊരു സാഹചര്യത്തിൽ ഈ 2 മണ്ഡലം വെച്ച് ചർച്ച ചെയ്താൽ ഒരിടത്ത് തീർച്ചയായിട്ടും ഒരു മുസ്ലിം കാൻഡിഡേറ്റും ഒരു സ്ഥലത്ത് ഒരു ഈഴവ കാൻഡിഡേറ്റും വരും എന്നാണ് നമ്മുടെ വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ അനിൽ ബോസ് ആലപ്പുഴയിൽ മത്സരിക്കാൻ സാധ്യതകൾ കൂടും. അങ്ങനെയാണെങ്കിൽ എന്നുള്ളതൊരു പ്രശ്നമല്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ? 11 തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റിൽ മത്സരിച്ച ഒരാൾ പാർട്ടി വിട്ടു പോകാൻ നിൽക്കുകയാണ്. പാർട്ടി മുഖ്യമന്ത്രിയാക്കിയ ആളുകൾ പാർട്ടി വിട്ടു പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ 8ഉം 10ഉം 11ഉം 14ഉം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടും അവരുടെ സീനിയോറിറ്റിയെ, സർവീസിനെ മാനിച്ച് പാർട്ടി ഇത്തരം അവസരങ്ങൾ കൊടുത്തിട്ടും
അവരുടെ മുന്നോട്ട് അവർക്ക് ശരിക്കും അവരിൽ നിന്ന് ഇനി ഒരു പ്രൊഡക്ഷൻ ഇല്ല. റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് പ്രായം കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും ഇല്ലാത്ത സന്ദർഭത്തിൽ പോലും പുതിയ മേച്ചിൽപ്പുറം തേടുന്ന ഒരു കാലഘട്ടമാണ്. അത്തരമൊരു സന്ദർഭത്തിൽ ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന ആളുകൾ ഇനി കോൺഗ്രസ് പാർട്ടിയുടെ മാത്രമല്ല മറ്റു പാർട്ടികളെടുത്തു സ്ഥിരമായി മത്സരിക്കുന്ന ആളുകൾക്ക് അവർ മത്സരിക്കണമെന്ന് തന്നെയാണ്. അവർക്കൊന്നും ആഗ്രഹം തീരുന്നില്ല. അപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ 39 വർഷമായി വിദ്യാർത്ഥി കാലഘട്ടം മുതൽ ഞാനിതിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അവിടെ പൊതുവായി ഒരു സ്ഥാനാർത്ഥി പുതിയതായി പരിഗണിക്കുന്നു എന്ന് വരുമ്പം എനിക്കതിനുള്ള മെറിറ്റ് ഉണ്ടെന്നും 100% എനിക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പൊതുനിരത്തിലിറങ്ങി നടന്നു പറയുമല്ലോ ചെയ്തത്. ഞാൻ ആദ്യം തന്നെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അദ്ദേഹം മത്സരിക്കാത്തൊരു സാഹചര്യം ഉണ്ടായാൽ എൻ്റെ ഒരു ബയോഡാറ്റ നിങ്ങൾ പരിശോധിക്കുക. ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് 10 വർഷമായി ഞാൻ ഡിബേറ്റിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഈ കേരളത്തിൽ നടന്നിട്ടുള്ള നിരവധി യാത്രകളിൽ മുഴുവൻ സമയം കാൽനടയായി നടന്നതാണ്. രാഹുൽ ഗാന്ധിക്കൊപ്പം നടന്ന ആളാണ്. 4080 കിലോമീറ്റർ ഞാൻ നടന്നതുകൊണ്ട് സീറ്റ് തരണമെന്നല്ല പറയുന്നത്. ഈ 38-39 വർഷം എന്നെ ഏൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളിലും കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും വ്യക്തമായി കൃത്യമായി സിൻസിയറായി ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് അവസരം കിട്ടിയ ആളുകൾ മാറുന്നു എന്ന് കേൾക്കുമ്പോൾ അവിടെ ഞാനോ എന്നെപ്പോലെയുള്ള മറ്റാളുകളോ അത് ആഗ്രഹിക്കുന്നതിൽ എങ്ങനെയാണ് തെറ്റ് പറയാൻ കഴിയും? ഇപ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ, ഇപ്പോൾ ഒരു സീറ്റ് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ BJP പോകുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അല്ല, അങ്ങനെയൊക്കെ പറയുന്ന നേതാക്കളുണ്ട്. പക്ഷെ എന്നെപ്പോലെ അല്ലെങ്കിൽ കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർ പൊതുവായിട്ടും ഞാൻ മാത്രമല്ല, നമ്മളൊക്കെ മരിച്ച് മണ്ണടിഞ്ഞ് ചാരമായി എവിടെയെങ്കിലും കൊണ്ട് ഇപ്പം എൻ്റെ വിശ്വാസപ്രകാരം ശിവഗിരിയിൽ പാപനാശത്ത് കൊണ്ടുപോയി ഒഴുക്കുന്ന ഒരു കാലത്തും നമ്മുടെ ഒരു ബ്ലഡ് കോൺഗ്രസ്സാണ്, നമ്മുടെ ഒരു പാരമ്പര്യം കോൺഗ്രസ്സാണ്, എൻ്റെ കുടുംബം കോൺഗ്രസ്സാണ്. നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല പ്രായം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിദ്യാർത്ഥി യുവജന കാലഘട്ടം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടിയാണ്, വീടിനും വീട്ടുകാർക്കും അപ്പുറം പാർട്ടിക്ക് വേണ്ടിയാണ് ചിലവഴിച്ചത്. നാളെയും അങ്ങനെ തന്നെയാണ്. അതിനപ്പുറം അതിന് സീറ്റ് കിട്ടുന്നതും കിട്ടാത്തതൊന്നും പ്രശ്നമല്ല. പക്ഷേ നോക്കൂ, ഈ പറയുന്ന KPCC അധ്യക്ഷൻ പോലും ഇതുപോലൊരു ഡയലോഗ്, അതായത് ഈ പറയുന്നത് പോലെ BJP-യിൽ പോയാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പണ്ട് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ വിവാദമായിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞത്, ഇത്രയും പൈസ കിട്ടിയാൽ ആരാണ് വേണ്ടാന്ന് വെക്കുക എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ, അതായത് കാശോ പദവിയോ ഒക്കെ വെച്ചിട്ട് ഈ പറയുന്ന ഇത്രയധികം ഈ രാജ്യത്ത് ൻ്റെ പകുതിയിൽ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏതാണ്ട് 60 വർഷക്കാലത്തോളം ഈ രാജ്യം ഭരിച്ച പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ ഓരോ ദിവസവും BJP-ക്ക് ചെന്ന് കൂടണയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പതനം എത്രത്തോളം വലുതാണ്? അല്ല, അതിൻ്റെ അകത്ത് കുറേ ആളുകൾ ഒരുപാട് അവസരങ്ങൾ കിട്ടി. ഇപ്പം ലേറ്റസ്റ്റായി പോയ അശോക് ചവാൻ, അദ്ദേഹം മുഖ്യമന്ത്രിയായി, അദ്ദേഹം ആദർശ് ഫ്ലാറ്റ് ഇടപാടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കേസുണ്ട്. ഒരു ഭരണയന്ത്രം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ എതിരാളികൾ ചെയ്തെങ്കിൽ അന്വേഷിച്ച് നടപടിയെടുത്തോട്ടെ. പക്ഷേ അത് വെച്ച് ബാർഗെയിൻ ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ ജീവിതം തകർക്കുക, കുടുംബം തകർക്കുക, ആ നിലയിലേക്ക് ഒരു ഭരണകൂടം ഒന്നടങ്കം പോകുമ്പോൾ അവർ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവിടെ കൂടിയാൽ ഇതിൽ നിന്നെല്ലാം ഒഴിവായി കിട്ടുമെന്ന് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ കൂടുതൽ പദവി കിട്ടുമെന്ന് ചിന്തിച്ചാൽ ഞാൻ അവരെ ന്യായീകരിക്കുകയല്ല. അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു ഭരണയന്ത്രം ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇവർ പോകുന്നു, അവരോട് ഫൈറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. കാരണം ഇവരാക്കിയത് കോൺഗ്രസ്സാണ്, അതിനുവേണ്ടി നിൽക്കണം. കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്ര പേര് വരുന്നു? ഉത്തരാഖണ്ഡിലെ BJP പ്രസിഡന്റ് വന്നു, ഗോവയിലെ BJP പ്രസിഡന്റ് വന്നു, വിവിധ സംസ്ഥാനങ്ങളിൽ MLA-മാരും മന്ത്രിമാരും മുൻ ഉപമുഖ്യമന്ത്രി അടക്കമുള്ള ഷെട്ടാർ അടക്കമുള്ള ആളുകൾ വന്നു. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല പോകുന്നത്, മറ്റു പാർട്ടികളിൽ നിന്ന് പോകുന്നുണ്ട്. ഞങ്ങൾ ദുർബലരാണെന്നാണല്ലോ നിങ്ങളുടെ വിലയിരുത്തൽ. ഞങ്ങൾ പരാജയപ്പെട്ട് നിൽക്കുന്നവർ, രാഷ്ട്രീയത്തിൽ മൂല്യച്യുതിയുള്ളവർ, ഞങ്ങൾക്ക് കേഡറുകളില്ലാത്തവർ. പക്ഷെ ഞങ്ങൾ കേഡറുകളല്ലാതിരിക്കുമ്പോഴും, ഞങ്ങളൊരു ജനാധിപത്യ പ്രോസസ്സിൽ തുറന്ന അഭിപ്രായം പറയുമ്പോഴും, ഞങ്ങൾ ക്ഷീണിച്ചു എന്ന് മറ്റുള്ള രാഷ്ട്രീയ എതിരാളികൾ വിമർശിക്കുമ്പോഴും ഈ പാർട്ടിയിലേക്ക് വിവിധ പാർട്ടികൾ വന്നു. മുന്നണിയിലേക്ക് ഇന്ത്യ മുന്നണി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാക്കിയ ഭാരത് ജോഡോ യാത്ര, ആ ഭാരത് ജോഡോ യാത്ര ഈ ശ്രീനഗറിൽ സമാപിക്കുമ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് തുടങ്ങിയ യാത്രയാണ്, രാഹുൽ ഗാന്ധി നയിച്ച യാത്രയാണ്, 4080 കിലോമീറ്റർ നടന്നു വന്ന ലക്ഷങ്ങൾ അണിചേർന്ന യാത്രയാണ്. ആ യാത്ര തീരുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയിലുള്ളവർ മാത്രമാണോ ആ യാത്രയിൽ പങ്കെടുത്തത്? ഒരു പാർട്ടി പരിപാടിയല്ലേ അത്? ശരിക്കും പാർട്ടി വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ സ്നേഹയാത്ര എന്ന് പറയുമ്പോഴും അത് പൊളിറ്റിക്കൽ പ്രോഗ്രാമാണ്. CPI-യുടെ D രാജ പങ്കെടുത്തില്ലേ? ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമല്ലേ? സുപ്രിയ സുലെ പങ്കെടുത്തില്ലേ? ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമല്ലേ NCP? അപ്പം നമ്മുടെ മുന്നണിയിലില്ലാത്ത പാർട്ടികൾ, നമ്മൾ എതിർക്കുന്ന മുന്നണിയിലെ പാർട്ടികൾ വരെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. അപ്പം കോൺഗ്രസ്സിന് പ്രതീക്ഷയുണ്ട്, കോൺഗ്രസ് തിരിച്ചു വരും.
അത് നടന്നു ബോധ്യപ്പെട്ട ഒരാളാണ് ഞാൻ. അത് തിരിച്ചു വരുമെന്നുള്ള കാര്യം പക്ഷേ ഈ നടത്തതിന് ശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ അതിഭീകര പരാജയമല്ലേ അല്ല, നേരിട്ടത്? അങ്ങനല്ല. ഹിമാചൽ പ്രദേശിൽ നമ്മൾ ജയിക്കുന്നു, കർണാടകയിൽ നമ്മൾ ജയിക്കുന്നു, തെലങ്കാനയിൽ നമ്മൾ ജയിക്കുന്നു. നമുക്ക് രാജസ്ഥാനിൽ കയ്യിലിരുന്ന ഭരണം പോയി, മധ്യപ്രദേശിൽ ഭരണം പോകുകയല്ല, ഭരണം അട്ടിമറിക്കുകയാണ് ഇത്. നമുക്കവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുകൊണ്ടുള്ള സമീപനമാണ്. ഇപ്പം ഇന്നത്തെ പത്രങ്ങൾ നിങ്ങൾ കണ്ടില്ലേ, ഇന്നലെ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് ദുർവിനിയോഗം ചെയ്തു. കോടതി ഇടപെട്ട് അതിനെ അസ്ഥിരപ്പെടുത്തുകയാണ്. മധ്യപ്രദേശിൽ വിവിധ കളക്ടർമാരുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നുള്ളതിൻ്റെ വീഡിയോസ് അവൈലബിൾ ആണ്. നിയമ പോരാട്ടം നടത്തിയാൽ അവിടെയൊക്കെ പലതും ചലഞ്ച് ചെയ്യപ്പെടും. ഇപ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രശാന്ത് ഭൂഷൻ്റെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഇലക്ഷൻ കമ്മീഷൻ കൺട്രോൾ ചെയ്യുന്നവർ തന്നെ EVM കൺട്രോൾ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് പോവാണ്. അപ്പോൾ അത് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം ഇതിൻ്റെ പിന്നിൽ ഒരു പൊളിറ്റിക്കലായ ഏജൻസായി പ്രവർത്തിക്കുന്ന വളരെ ഗൗരവമായ ചർച്ചകൾ നടക്കുകയാണ്. നമുക്കിപ്പോൾ കോൺഗ്രസിലേക്ക് തന്നെ വന്നാൽ ഈ പറഞ്ഞതുപോലെ ഇത്ര കാലവും അധികാരം കയ്യിൽ വെച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഒരു MP പദവി അല്ലെങ്കിൽ MLA പദവി കയ്യിൽ വെച്ചതിന് ശേഷം ഇവരിങ്ങനെ തുടർച്ചയായി 30 വർഷം 35 വർഷമൊക്കെ MLA-മാരായ ആൾക്കാരുണ്ടല്ലോ കോൺഗ്രസിൽ. എന്തുകൊണ്ടാണ് ഇതിൽ ഇപ്പോൾ CPM-ന്റെ ഏറ്റവും പുതിയ ഒരു എക്സാമ്പിൾ എടുത്താൽ, CPM 2 പ്രാവശ്യം കഴിഞ്ഞാൽ അവിടെ നിന്ന് കാൻഡിഡേറ്റ് മാറുന്നൊരു സാഹചര്യമുണ്ട്. കോൺഗ്രസിൽ അങ്ങനെ ഒരു നവീകരണം ഉണ്ടാവണ്ടേ? എല്ലാ കാലത്തും ഒരാളുടെ മുഖം തന്നെ മതിയോ? ഈ മറ്റുള്ളവർക്കും അവസരം കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും ആ അഭിപ്രായത്തോട് ഞാൻ 100% യോജിക്കുന്ന ആളാണ്. സ്ഥിരമായി മത്സരിക്കാൻ വേണ്ടി ഒരു വിഭാഗം ഒരു പാർട്ടിയിലുമില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെ ഉണ്ടെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. ഞാൻ നിന്നാലേ ജയിക്കൂ, ഞാനാണ് ഇതിൻ്റെ കുത്തകപ്പാട്ടം മുഴുവൻ എടുത്തിരിക്കുന്നത് എന്ന് പറയുന്ന സമീപനം ചില നേതാക്കൾക്കെങ്കിലും ഉണ്ട്. അത് ശരിയല്ല, അത് പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല. സിറ്റിംഗ് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ മത്സരിക്കുന്നുവെന്ന് പറയുമ്പോഴും അഭിപ്രായം പറയാൻ അവസരമില്ലാത്തതുകൊണ്ട് പലരും മൗനം പാലിക്കുന്നതാണ്. പുതിയ സ്ഥാനാർത്ഥികൾക്ക് അവസരം കൊടുക്കണമെന്ന് വ്യക്തമായ നിലപാട് എനിക്കുണ്ട്, എന്നെപ്പോലെ 10,000-കണക്കിന് ആളുകൾക്കുണ്ട്. ആ നടപടി ശരിയല്ല എന്നുണ്ട്. പക്ഷേ കേരളത്തിൽ പൊതുവെ നോക്കുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ എടുത്താൽ കോൺഗ്രസ് പാർട്ടി വലിയ മാറ്റം ഉണ്ടാക്കി, ഒരുപാട് പുതുമുഖങ്ങളെ മത്സരിപ്പിച്ചു. ജയിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ പുതുമുഖങ്ങൾ ഇപ്പോൾ തന്നെ നിയമസഭയിൽ എടുത്തു നോക്കിയാൽ UDF-ൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാരൊക്കെ മിടുക്കന്മാരാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു റൗണ്ട് കഴിഞ്ഞാൽ അതിലേക്ക് വരാതെ പോകാൻ പറ്റില്ല കോൺഗ്രസ് പാർട്ടിക്ക്. ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷേ സിറ്റിംഗ് സ്ഥാനാർത്ഥികൾ വീണ്ടും മത്സരിക്കുമെന്ന് പറയുന്നത് അവർക്കൊന്നും വീണ്ടും ഇതിൻ്റെ അകത്ത് നിലനിന്ന് മത്സരത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സ്വാഭാവികമായ തിരുത്തൽ പ്രക്രിയ ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ നമ്മൾ ഈ അഭിമുഖം തുടങ്ങുന്ന സമയത്ത് 18 പേരും സിറ്റിംഗ് MP-മാരാണ്. ആ സിറ്റിംഗ് MP-മാർ തന്നെ തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. 2 പ്രാവശ്യമായി ആർക്കെങ്കിലുമൊക്കെ മാറണമെന്ന് അവർ ആഗ്രഹിക്കുന്നുമില്ല, ആഗ്രഹം പ്രകടിപ്പിക്കുന്നുമില്ല. ഇടയ്ക്ക് മറ്റോ TN പ്രതാപൻ ഇപ്രാവശ്യം മത്സരിക്കുന്നില്ല എന്നൊരു നിലപാടെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷെ മത്സരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. വേറെ ആളുകളില്ലാഞ്ഞിട്ടാണോ കോൺഗ്രസിൽ? അല്ല, നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓപ്പൺ ഡിസ്കഷന് സ്പേസ് ഉണ്ടായാൽ നിശ്ചയമായും സിറ്റിംഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മുഴുവൻ സ്ഥലത്തും, ഞാൻ തുടക്കത്തിൽ തന്നെ ചർച്ചയിൽ പറഞ്ഞു, ഒരു ഓപ്പൺ ഡിസ്കഷൻ, പുതിയൊരാളെ പരിഗണിക്കുന്നു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി ചർച്ച, അതിൻ്റെ ഗൗരവത്തിലേക്ക് നീങ്ങിയാൽ സിറ്റിംഗ് സ്ഥാനാർത്ഥിയല്ല, മത്സരിക്കാൻ യോഗ്യരായ 5-10 ആളുകൾ രംഗത്ത് വരും. ഇപ്പം ഇന്നത്തെ ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിനെ പ്രസ്റ്റീജിയസ് ആയിട്ട് കാണുന്ന സന്ദർഭത്തിൽ നിലവിലൊരു മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സിറ്റിംഗ് സ്ഥാനാർത്ഥിക്ക് ഒരു മേൽക്കൈയുണ്ട്. ആ മേൽക്കൈ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു ചർച്ചയിലേക്കും തീരുമാനത്തിലേക്കും പോകുന്നത്. അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതാണ് യുക്തമെന്ന് ലീഡർഷിപ്പിന് തോന്നുന്നു. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, മറ്റൊരഭിപ്രായം പറയാൻ അവസരമുണ്ടായാൽ പാർട്ടി തന്നെ അതിനൊരു ഓപ്പൺ വേദി ഒരുക്കിയാൽ, ഒരു തുറന്ന സംവാദത്തിന് തയ്യാറായാൽ, പല സീറ്റുകളിലും പുതിയ സ്ഥാനാർത്ഥികൾ വരണമെന്ന നിലപാടുമായി പാർട്ടിയിലെ ആളുകൾ വരും. വളരെ നന്ദി ശ്രീ അനിൽ ബോസ്, ഇത്രയധികം സമയം സംസാരിച്ചതിന്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് വീണ്ടും ഓക്കെ, താങ്ക് യു.